ായി ചമയുന്നത് നിങ്ങൾക്ക് സുന്നത്തിനെ പറയാൻ എന്തർഹതയാവുള്ളത്? നിങ്ങൾ റസൂലുള്ളാഹിയുടെ സുന്നത്തിനെ പരിഹസിക്കുന്ന കക്ഷികളല്ലേ? നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂല് ചെയ്യുന്നത് പോലെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അഭിമാനത്തെ മോശപ്പെടുത്തുന്ന നിലക്ക് പരിഹസിക്കുന്നവരല്ലേ? എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊന്ന് മനസ്സിലാക്കണം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ എത്രയോ ഹദീസുകളിലുണ്ട്, വഫിറുൽ ലിഹാ, നിങ്ങൾ താടി വളരാൻ വിടണേ, നിങ്ങൾ താടി വളർത്തണേ എന്ന് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടില്ലേ? ധാരാളം ഹദീസുകളിലുള്ള ഒരു കാര്യമല്ലേ നിങ്ങൾ താടി വളരാൻ വിടണം. നിങ്ങൾ താടിയെ വിടണം. അങ്ങനെ താടി വളർത്താൻ വേണ്ടി അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞപ്പോ ഹബീബായ ഞങ്ങളുടെ നേതാവിൻ്റെ മുഖത്തേക്ക് നാളെ മഹ്ശറിൽ ചെന്ന് നോക്കുമ്പോ താടിയില്ലാത്ത മുഖവുമായി ഹബീബിൻ്റെ മുഖത്തെങ്ങനെ നോക്കും? പുന്നാര റസൂലുള്ളാഹിക്ക് വെറുപ്പല്ലേ? പുന്നാര റസൂലുള്ളാഹിനെ കുറിച്ച് ഖബറിൽ വെച്ച് ചോദിക്കില്ലേ, ഇയാളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായമെന്ന് ചോദിക്കുമ്പോ ഇത് ഞങ്ങളുടെ നേതാവ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് ജാഅനാ ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകളുമായി ഞങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാൻ വന്ന ഞങ്ങളുടെ നേതാവാണിതെന്ന് അല്ലാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് ചോദിക്കുമ്പോ മലായികത്തിനോട് മറുപടി പറയാൻ വേണ്ടി കൂടി താടിയൊക്കെ നീട്ടി വളർത്തുന്ന ഞങ്ങളെ കുറിച്ച് നിങ്ങൾ ഈ സ്ക്രീനിൽ എന്താ കാണിച്ചത്? ബ്രഷാണ് ആ താടി എന്ന് നിങ്ങൾ പരിഹസിച്ചില്ലേ? പെയിന്റ് അടിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ പരിഹസിച്ചില്ലേ? മുറ്റമടിക്കുന്ന ചൂലാണ് ഈ കുന്തത്തിന്റെ താടി എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? എൻ്റെ ഫോട്ടോ നിങ്ങൾ സ്ക്രീനിൽ അങ്ങനെ സ്റ്റില്ലിട്ട് നിർത്തിയിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത്? നോക്കൂ, ഇതെന്തൊരു കുന്തമാണ്, കുന്തത്തിനൊരു താടിയും മുറ്റമടിക്കാൻ പറ്റും, ബ്രഷാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പരിഹസിച്ചില്ലേ? ഈ ഉള്ളവൻ അതിൽ വേദനയില്ല കേട്ടോ. പക്ഷേ നിങ്ങളുടെ പരിഹാസമുണ്ടല്ലോ, അത് മദീനത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് നിങ്ങൾ പരിഹസിച്ച ലമീർ പുന്നാര റസൂലുള്ളാഹിയുടെ കേന്ദ്രത്തിലേക്കാ മടങ്ങുന്നത്. മുസ്ലിയാരെ, നിങ്ങൾ എന്തിനെയാണ് പരിഹസിച്ചത്? റസൂലുള്ളാഹിയുടെ സുന്നത്തനുസരിച്ചുകൊണ്ട് ഞങ്ങൾ താടി വളർത്തിയെങ്കിൽ അത് മുറ്റമടിക്കുന്ന പറ്റുമെന്നും ബ്രഷാക്കാൻ പറ്റുമെന്നും കുന്തമാണെന്നും കുന്തത്തിനൊരു താടി എന്നുമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അഷ്റഫുൽ ഖൽഖായ ഹബീബിന്റെ സുന്നത്തിനെയല്ലേ പരിഹസിച്ചത്? അതുകൊണ്ട് ആ പരിഹാസം മുഴുവൻ ആദ്യമായി ചെന്ന് തറക്കുന്നത് ഹബീബായ ഞങ്ങളെ നേതാവ് നാളെ ഹൗദുൽ കൗസറിൽ നിന്ന് മുഅ്മിനീങ്ങൾക്ക് വെള്ളം മുക്കിക്കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോ റസൂലുള്ളാഹിയുടെ കയ്യിൽ നിന്ന് ഒരിറ്റു വെള്ളം കുടിക്കാൻ വേണ്ടി ദാഹിച്ചു പോകുമ്പോ ഞങ്ങൾക്ക് നോക്കി കണ്ടാസ്വദിക്കേണ്ട ഞങ്ങളുടെ നേതാവിൻ്റെ നേരെയല്ലേ നിങ്ങളുടെ ഈ പരിഹാസം ചെന്ന് തറക്കുന്നത്? പരിഹസിച്ചിട്ടില്ലേ മുസ്ലിയാരെ? നിങ്ങൾ എന്തിനാണ് പരിഹാസം പറഞ്ഞത്? ആളുകളൊന്ന് കാണട്ടെ നിങ്ങളുടെ ആ സംസ്കാരം. അതുകൊണ്ടതൊന്ന് കേട്ടോളൂ, ശ്രദ്ധിച്ചോളൂ. എന്താ സാധനം? താടിയെല്ലാം കണ്ടാൽ ബ്രഷാക്കാൻ പറ്റൂ താടി. എന്നിട്ട് സാധനം അതും മനസ്സിലായില്ലേ കുന്തത്തിന്? ഇതെന്തൊരു കുന്താണ്? അതിനൊരു താടിയും, ഒരു കുന്തത്തിനൊരു താടി. ഇവിടെ മുറ്റടിക്കാൻ പറ്റുമായിരുന്നു സാധനം. കണ്ടോ, ആളുകൾ ആവേശം കൊണ്ട് ചാടിയില്ലേ? ഞങ്ങളെ കൊണ്ട് കഴിയില്ലേ സ്ക്രീനിൽ നിങ്ങളുടെ മുഖം വേറൊരു കോലത്തിലൊക്കെ കമ്പ്യൂട്ടറിൽ ആക്കി ആളുകളെ കൊണ്ട് ചിരിപ്പിക്കാൻ? പക്ഷേ അത് നിങ്ങളുടെ സംസ്കാരമാണ്. നിങ്ങൾ പഠിച്ചയിടത്ത് നിന്നല്ലല്ലോ ഞങ്ങൾ പഠിച്ചത്. സംസ്കാരമുള്ള ഗുരുനാഥന്മാരല്ലേ പഠിപ്പിച്ചത്. വിശിഷ്യ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഈ സുന്നത്തിനെ താടി വളർത്തി എന്ന ഒരു കാര്യമല്ലാതെ നിങ്ങൾക്ക് എന്തേ അതിൽ പരിഹസിക്കാനുണ്ടായത്? അത് അല്ലാഹുവിൻ്റെ കോടതിയിലേക്ക് വിടുന്നു പേരോടെ. ഇനി നിങ്ങളോട് ഞാൻ